എൻ്റെ പേര് ഇല്യാസ്. ഞാൻ ജൈവ കർഷക സമിതിയുടെ ഒരു പ്രധാന പ്രവർത്തകനാണ്. അതുപോലെ ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ ഭാരവാഹിയാണ്. അപ്പോൾ ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ അഗ്രി പോയിൻ്റ് G3 ടെക്നോളജീസ് എന്ന സംരംഭത്തിൻ്റെ ഒരു സ്ഥാപനത്തിലാണ്. ഇപ്പോൾ അഗ്രി പോയിൻ്റ് G3 ടെക്നോളജി നിങ്ങൾക്കറിയാം, നമ്മുടെ മാലിന്യങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാമെന്നുള്ളതിന് നല്ലൊരു മാതൃക കാണിച്ച ഒരു സംരംഭമാണ് അഗ്രി പോയിൻ്റ് G3 ടെക്നോളജി. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇനാക്കുലം അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളാണെങ്കിലും ഹോട്ടലിലുണ്ടാകുന്ന മാലിന്യങ്ങളാണെങ്കിലും നമ്മുടെ മറ്റു അനുബന്ധ പരിപാടികളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളാണെങ്കിലും ആ മാലിന്യങ്ങളൊക്കെ നമുക്കത് എടുത്തുകൊണ്ട് വന്നിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് വളരെ സിമ്പിളായിട്ട് യാതൊരു തരത്തിലുള്ള മണമോ ദുർഗന്ധമോ ഒന്നും ഇല്ലാതെ തന്നെ അത് നമുക്ക് സിമ്പിളായിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കമ്പോസ്റ്റ് ചെയ്യാനാവുന്നതിനാവശ്യമായിട്ടുള്ള അത് നുറുക്കാൻ ആവശ്യമായിട്ടുള്ള ചെറുകിട മെഷീനുകൾ, അതുപോലെ തന്നെ അത് നമുക്ക് പരത്തി അതിൻ്റെ മേലെ ഈ പറയുന്ന ഇനാക്കുല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് മാറും. അത് ആ സമയത്തും മണമൊന്നും ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ കമ്പോസ്റ്റായി മാറുകയും ചെയ്യും. മാത്രമല്ല അത് നമ്മുടെ വീട്ടിലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കിഴങ്ങുവർഗ്ഗങ്ങൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഇവരുടെ ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നിവിടെ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മിക്കവാറും എല്ലായിടത്തും ഇതിനാവശ്യമായിട്ടുള്ള ഇനാക്കുലം വരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കമ്പോസ്റ്റ് യൂണിറ്റ്, പോട്ടുകൾ, അതുപോലെ മെഷീനറീസ്, പിന്നെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞു തന്നാൽ അത് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. നമുക്ക് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ കൺവെൻഷൻ ആലുവയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന ദേശീയ കൺവെൻഷനിൽ 2000 കണക്കിന് ആളുകൾ വന്നു അവിടെ. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന 2000 പേർക്കും 3 ദിവസവും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായിട്ട് വരുന്ന ഈ 2000 പേർക്കും 3 ദിവസം ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. ഓർഗാനിക്കായിട്ട് ഫുഡ് കൊടുക്കുക മാത്രമല്ല ആ ഫുഡിൻ്റെ ഒരു വേസ്റ്റ് പോലും നമുക്കവിടെ ആ UC കോളേജിൽ ഉണ്ടാവാൻ പാടില്ല. അത് മുഴുവൻ കമ്പോസ്റ്റായിട്ട് മാറണം, വളമായിട്ട് മാറണം. അപ്പോൾ അത് നമ്മളുടെ വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഈ അഗ്രി പോയിൻ്റ് G3 ടെക്നോളജീസ് അവരുടെ ഇനാക്കുലവും ഈ പെനിട്രോൻ്റെ സഹായം കൂടി ചെന്നപ്പോൾ നമ്മൾ അത് അവിടെ വെച്ച് തന്നെ രാജസ്ഥാനിലുള്ള കർഷകരും അവിടെയുള്ള സംരംഭകരും ഒക്കെയാണ് ഉദയ്പൂരിലുള്ള ബനിയൻ റൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ ആളുകളാണ് അവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ കൂടെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള പ്ലേറ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെറിയ ചെറിയ കമ്പോസ്റ്റ് കഷ്ണങ്ങളാക്കി മാറ്റി അവിടുന്ന് തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എടുക്കുക, അവിടെ തന്നെ ഒരു മണവും ഇല്ലാതെ നമ്മൾ അതിനെ നുറുക്കി ആ പ്രദേശത്ത് വെച്ച് തന്നെ അതിന് ഇനാക്കുലം ചേർത്തിട്ട് ഉടൻ തന്നെ അത് അവിടുന്ന് എടുത്ത് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കൃഷിക്കാരൻ്റെ കൃഷിയിലെത്തി കൊണ്ടുപോയി അങ്ങനെ അതിനെ കമ്പോസ്റ്റാക്കി മാറ്റി. വളരെ സിമ്പിളായിട്ട് ഒരു 100% സീറോ വേസ്റ്റ് പ്രോഗ്രാമാക്കി മാറ്റി. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആദ്യത്തെ ഒരു പരിപാടിയായിരിക്കും. അത് നമ്മളൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു 5 പൈസയുടെ ഒരു വേസ്റ്റും നമ്മൾ നിക്ഷേപിക്കാതെ നമുക്കൊരു പരിപാടി, ഇത്ര വലിയ പരിപാടി നടത്താൻ പറ്റുന്നതാണ്. അതിനൊക്കെ കാരണം ഇങ്ങനെ ഒരു സംരംഭവും ആ സംരംഭത്തിൻ്റെ സഹായവുമാണ്. എന്തായാലും നമുക്ക് ഈ ഒരു സംഗതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, പ്രചരിപ്പിക്കേണ്ടതാണ്. എന്തായാലും അതിനെല്ലാ ഭാവങ്ങളും നേരുന്നു.